പ്രിയമുള്ള സുഹൃത്തുക്കളെ, സീറത്തുൻ നബവിയ അൽ ഫുർഖാൻ എന്ന ചാനലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നബി ചരിത്രം നമ്മളിവിടെ പരിശോധിക്കുകയാണ്. 2ഉം 3ഉം ഭാഗം ഒരുമിച്ചാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചരിത്രം എന്ന് പറയുമ്പോൾ മഹത്വവൽക്കരിക്കൽ അതിൽ സ്വാഭാവികമായി വന്നുചേരുന്ന ഒരു പ്രക്രിയയാണ്. 2ഉം 3ഉം ഭാഗവും ചേർക്കാൻ കാരണം നബിയുടെ യഥാർത്ഥ ചരിത്രം 4ാം ഭാഗത്തിലാണ് തുടങ്ങുന്നു എന്ന് അൽ ഫുർഖാൻ പറയുന്നുണ്ട്. 2ലും 3ലും അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങളെ വാഴ്ത്തിപ്പാടുകയാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, അതൊക്കെ അതിശയോക്തി കലർന്ന വർത്തമാനങ്ങൾ തന്നെ ആയിരിക്കും. നമ്മുടെ ഇഷ്ട നായകന്മാരെ നമ്മൾ അങ്ങേയറ്റം ആരാധിക്കുകയും പ്രേമിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രിയദാസനും പ്രവാചകനുമായ ഒരാളെക്കുറിച്ച് സീറ എഴുതുമ്പോൾ അത് എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. രസാവഹമായ കാര്യം, ഈ സീറ എഴുതിയത് നബി മരിച്ച് 125 വർഷങ്ങൾക്ക് ശേഷമെന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുക. അപ്പം 2ാമത്തെ ഭാഗം ആരംഭിക്കുന്നത് ഒരു ഖുർആനിക ആയത്തോടു കൂടിയാണ്. കൗസർ എന്ന അധ്യായത്തിൽ ഇന്ന അൻസൽന കൽ കൗസർ, ഇത് പറയാനുണ്ടായ സാഹചര്യം, നബിക്ക് ആകെ ഒരു ആൺസന്തതിയെ ജനിച്ചുള്ളൂ, ഇബ്രാഹിം. ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി മരിച്ചുപോയി. അതിൽ അങ്ങേയറ്റം നബി വേദനാജനകമായി ഇരുന്നുപോയി. നബിയുടെ എതിരാളികളൊക്കെ പറഞ്ഞു വരുത്തിയത്, പ്രത്യേകിച്ച് അബൂജഹൽ, നബിയുടെ സന്തതി പരമ്പര കുറ്റിയറ്റിരിക്കുന്നു എന്നാണ്. അത് ശരിയുമാണ്, ആ ചരിത്രം ശരിയെങ്കിൽ. ഇബ്രാഹിമിൻ്റെ മാതാവ് പറഞ്ഞത്, നിങ്ങളുടെ റബ്ബിന് ഈ നിങ്ങളുടെ ഏക സന്താനത്തെ നിങ്ങളുടെ ദുആ കൊണ്ട് രക്ഷിക്കാൻ ഒത്തില്ലല്ലോ നബി എന്ന ഒരു പരിദേവനം കൂടി അവിടെ പറഞ്ഞതായിട്ട്. അപ്പം അവിടെ നബിയെ സമാശ്വാസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന അൻസൽന കൽ കൗസർ. എന്താ അത്? ഞാൻ നിനക്കൊരുപാട് മഹിമകൾ തരുന്നുണ്ട്, പോരിശകൾ തരുന്നുണ്ട്, നിന്നെ ഉയർത്തുന്നുണ്ട്, നീ ഒന്ന് അടങ്ങും. അതായത് ആൺസന്തതി മരിച്ച് ദുഃഖിതനായിരിക്കുന്ന നബിയെ സാന്ത്വനപ്പെടുത്താനായിട്ട് അള്ളാഹുവിൻ്റെ വചനമാണ് ഇന്ന അൻസൽന ഖൽ കൗസർ, അടങ്ങൂ, ഒരു പിടിക്ക് അടങ്ങൂ മോനെ എന്നുള്ളത്. ഒരുപാട് സൗഭാഗ്യങ്ങൾ നബിയെ തേടി വന്നിട്ടുണ്ട്. രാജാധികാരം, മതാധികാരം, അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു ജീവിത രീതി പിന്നീട് നബിക്ക് ചരിത്രം പറയുന്നത് ശരിയാണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, നബിയുടെ ആൺസന്തതി കുറ്റിയറ്റുപോയി എന്ന രീതിയിലുള്ള വിമർശനം ഒഴിവാക്കാൻ അള്ളാഹുവിനോ നബിയുടെ ദുആ പ്രാർത്ഥനയ്ക്കോ കഴിഞ്ഞില്ല എന്നൊരു സംഭവം ആ ചരിത്രത്തിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളത് കൂടിയാണ്. ഇനി ഈ ഇന്ന അൻസൽന കൽ കൗസർ പറയുമ്പോൾ, ഇപ്പം ലോകത്തെ എല്ലാ പള്ളികളിലും 5 നേരം നിസ്കാരം നിർവഹിക്കപ്പെടുന്നുണ്ട്. ലോകത്തെ എല്ലാ മുസ്ലിങ്ങളിലും ബഹുഭൂരിപക്ഷം ആളുകളും നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. ഇതിനൊക്കെ വേജസ് ഉണ്ട്, കൂലിയുണ്ട്. കൂലിയില്ലാത്ത പണിയേ ഇല്ല. പക്ഷേ ഈ കൂലിയിൽ നിന്ന് ഒരു വിഹിതം നബിക്ക് കിട്ടും. കാരണം നബിയാണല്ലോ ഇത് തുടങ്ങി വെച്ചത്. അല്ലാഹു ഈ കൂലിയിൽ ഒരു വിഹിതം നബിക്ക് കൊടുക്കും. എത്ര നല്ല മോഹന വാഗ്ദാനമാണെന്ന് നോക്കിക്കൂ. അല്ല, ഞാൻ അറിയാതെ ചോദിക്കുകയാണ്, എന്തിനാ ഇത്രയും അധികം കൂലി? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, മഹനീയമായ സ്ഥാനം നൽകും. അതിൽ ഈ ലോകരക്ക് ചെയ്യുന്ന പുണ്യപ്രവൃത്തിയുടെ ഒക്കെ കൂലി
നബിക്ക് കിട്ടും എന്നൊക്കെ പറയുന്നതിലെ ഒരു വെളിവില്ലായ്മ ഈ പറയുന്നവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ളത്. പിന്നെ അല്ലാഹു പറഞ്ഞത് നിൻ്റെ പ്രശസ്തി വാനോളം ഉയരും എന്നാണ്. ഇപ്പം മരിച്ചുപോയ ഒരാളുടെ ഇപ്പം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഞാൻ മരിച്ച ആരൊക്കെ വരും, ഏതൊക്കെ പത്രത്തിൽ അച്ചടിച്ച് വരും, പത്രത്തിൽ ചരമക്കാളത്തിലാണോ വരുന്നത്, മറ്റെന്തെങ്കിലും വാർത്തകൾ വരും. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ മരിച്ചു പോയി കഴിയുക ഇതൊക്കെ വന്നാലെന്ത് വന്നില്ലെങ്കിലെന്ത്, ഇതങ്ങ് പോയല്ലോ. അതുപോലെ ഈ മരിച്ചുപോയ ആൾ വാനോളം പുകഴ്ത്തപ്പെട്ടാൽ മരിച്ചുപോയ ആൾക്ക് എന്താ ഗുണം? ഈ ആത്മാവിലും റൂഹിലും പരലോകത്തിലും വിശ്വസിക്കാമെങ്കിൽ കള്ളക്കഥകൾ. ഇതൊരു നല്ല ഒരു സുന്ദരമായ ചക്കര വാഗ്ദാനം തന്നെ ആയിരിക്കും. ലോകത്ത് ഒരിടത്തും ഇതുപോലെ വാഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിത്വം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് ഒരു പരിധിക്ക് ശരിയുമാണ്. കാര്യം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നബിയുടെ ഈ പ്രവാചകത്വവും പ്രബോധനവും അത് വിശ്വാസ സമൂഹത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം യേശുക്രിസ്തുവും ബൈബിളും ക്രിസ്തീയ മതവും എത്രത്തോളം മനുഷ്യ മനസ്സിൽ സ്വാധീനം ചെലുത്താൻ പാകത്തിലുള്ളതായിരുന്നുവോ അതേ തരത്തിൽ രണ്ടാം തരമായി തന്നെ നബിയും മുഹമ്മദീയ ചരിത്രവും അള്ളാഹുവും വിശ്വാസപരമായി നിലനിൽക്കത്തക്ക രീതിയിലുള്ള സ്വഭാവങ്ങൾ ആർജിച്ചതാണ്. കുറവുകൾ, കുറ്റങ്ങൾ, പരിഹാസങ്ങൾ, പരിഹാരങ്ങൾ, പിന്നെ ഈക്കളിപ്പെടുത്തുന്ന കഥകൾ, കള്ളക്കഥകൾ, നുണക്കഥകൾ അതൊക്കെയുണ്ട്. ഇതൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ കണക്കിന് വാനോളം ഉയർത്തപ്പെട്ട ഒരു എന്താ പറയുക ഒരു ഒരു കഥാപാത്രം തന്നെയാണ് യേശുക്രിസ്തുവിനെ പോലെ. ഒരാൾ മാത്രമല്ല, യേശുക്രിസ്തുവും അതോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിൽ, ഈ സൂറത്തുൽ അഹ്സാബ് നബിയുടെ സ്വകാര്യ ഒരു എന്താ പറയുക സ്വകാര്യ സൂറയാണ്. അതിൽ പറയുന്നത് നബിക്ക് മേൽ അള്ളാഹുവും മലക്കും പ്രശംസയും കാരുണ്യവും ചൊരിയും എന്നാണ്. ഇപ്പം നബി അള്ളാഹു നിയമിച്ച ഒരു പ്രവാചകനാണ്. നബി ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനെ പ്രശംസിക്കാനാണ്, അള്ളാഹുവിനെ പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥന ഒരു തരത്തിൽ പ്രശംസയും കൂടിയാണ്. അങ്ങനെയുള്ള അള്ളാഹു എന്തിനാണ് ഈ ഉസ്താദിൻ്റെ വർത്തമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നബിയെ പ്രകീർത്തിക്കുന്നത്, കാരുണ്യം ചൊരിയുന്നത്? നേരത്തെ പറഞ്ഞുവല്ലോ, അങ്ങേയറ്റം ഞാൻ ഇന്ന അൻസൽന കൽ കൗസർ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അദ്ദേഹം 65 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ പറയപ്പെടുന്ന കഥകളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരുന്നു? അല്ല. ഇതിന് മറുകൃതികൾ ഒരുപാടുണ്ട്. എന്തിന്? മെക്ക പോലും, നബിയുടെ വിഹാര കേന്ദ്രമായ മെക്കയെ കുറിച്ച് പോലും സംശയങ്ങൾ ഒരുപാട് ഉയർത്തപ്പെടുന്നുണ്ട്. മുഹമ്മദ് എന്ന വ്യക്തിത്വം ഇന്ന് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നതിൻ്റെ രീതിയിലേ അല്ല എന്ന ചരിത്ര പഠനങ്ങൾ ഒരുപാട് മുമ്പിലുണ്ട്. അത് ആന്ത്രോപോളജിക്കലായിട്ട് തന്നെ ചരിത്ര പഠനം നടത്തിയ ആളുകൾ. പിന്നെ വിശ്വാസത്തിന് അങ്ങനെയൊന്നുമില്ലല്ലോ. വിശ്വാസിക്ക് എന്തും വിശ്വസിക്കാവുന്ന സ്വാതന്ത്ര്യമുണ്ട്. ആരും അതിനെ ചോദ്യം ചെയ്യില്ല എന്നൊരു തോന്നലും അവർക്കുണ്ട്. പക്ഷേ ചോദ്യം ചെയ്യപ്പെടും. അപ്പം ഇവിടെ എനിക്കുള്ള ഒരു സംശയം, എന്തിനാണ് അള്ളാഹു നബിയെ പ്രശംസിക്കുന്നത്? കാരുണ്യം ചൊരിയട്ടെ, മരിച്ചുപോയാലും കാരുണ്യം ചൊരിച്ചു പരലോകത്ത് സ്വർഗത്തിൽ ആദ്യത്തെ സ്ഥാനം നൽകട്ടെ, ആയിക്കോട്ടെ. പക്ഷേ എന്തിനാണ് പ്രശംസിക്കുന്നത്? ഇത് വർത്തമാനമായി പറയുമ്പോൾ ഇതിൻ്റെ ഒരു വെളിവുകേട്
ഈ ഉസ്താദന്മാർക്കും മനസ്സിലാകുന്നില്ല, മതപ്രബോധകർക്കും മനസ്സിലാകുന്നില്ല, എഴുതിയവന് ഒട്ടും തിരിഞ്ഞിട്ടേയില്ല. എന്തെങ്കിലും എഴുതുക, പ്രകീർത്തിച്ചും പ്രശംസിച്ചും ഒക്കെ എഴുതിക്കൊണ്ട് പ്രശംസിച്ച് അള്ളാഹു വരെ പ്രശംസിക്കുന്ന ആളെന്ന് വരുത്തി തീർത്ത് മഹത്വവൽക്കരിക്കുന്ന ഒരു രീതിയാണ്. കാറ്റുപോയ ബലൂണാണ്, അത് വേറൊരു കാര്യം. യഥാർത്ഥ ചരിത്രങ്ങൾ ഈ വരികൾക്കിടയിലൂടെ വായിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കുകയാണെങ്കിൽ ബഹുരസമാണ്. നമ്മുടെ ഇവിടെ പിന്തുടരുന്നത് അൽ ഫുർഖാനിലെ നബിയെ ആണ്. പല ചരിത്ര കഥകൾ വായിക്കുമ്പോഴും പല രീതിയിലാണ്, പല കഥകളാണ് വ്യത്യസ്തമായ രീതിയിൽ പറയുന്നത്. പക്ഷേ ഏകോപിതമായ ഒരുപാട് കഥകൾ അതിനകത്തുണ്ട് എന്ന കാര്യം നമ്മൾ കേട്ട് വന്ന ഒരുപാട് കഥകൾ വീണ്ടും ഇവിടെയൊക്കെ പറയപ്പെടുന്നു എന്ന കാര്യവും വിസ്മരിച്ചുകൂടാ എന്നുള്ളതാണ്. അല്ലാഹു നബിയെ നോക്കി പറയുന്ന കാര്യം, ഇന്നല്ലാഹു വ മലായത്തഹു. തെറ്റിയല്ലോ, അറബി വഴങ്ങുന്ന ഒരു വിഷയമല്ല, എങ്കിലും പറഞ്ഞു നോക്കാം. ഇന്നല്ലാഹു സക്കീർ നായിക്ക് അല്ല എന്നാ പറയുക. ജബ്ബാർ ഭാഷ കളിയാക്കുന്നുണ്ട്, അത് വേണ്ട, അള്ളാഹ് തന്നെ ആയിക്കോട്ടെ. ഇന്നല്ലാഹു വ മലായക്കത്തഹു യുസല്ലൂന അലൻ നബി. നബിയെ വാഴ്ത്തുന്നതാണ് അള്ളാഹു. ഒന്നുകൂടെ പറഞ്ഞു നോക്കട്ടെ, ഒരു ഗുമ്മിന് വേണ്ടിയിട്ട്. ഇന്നല്ലാഹു വ മലായികത്തഹു യുസല്ലൂന അലൻ നബി. നബിയെ, നിങ്ങളെ ഞാൻ വാഴ്ത്തുന്നു, നിങ്ങൾ വാഴ്ത്തപ്പെട്ടവനാണ്. കുറേ ആളുകൾ നബിയെ കാണാൻ വന്നു. കഥയാണ്, ഹദീസാണ്, അൽ ഫുർഖാൻ പറയുന്നതാണ്. അവർ യാ മുഹമ്മദ് എന്ന് ഉച്ചത്തിൽ സംസാരിച്ചു. ഉടനെ അള്ളാഹു, ആരായി അള്ളാഹു? മുഹമ്മദ് തന്നെ ആയിത്തിറക്കി. നിങ്ങൾ നബിയോട് സംസാരിക്കുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കരുത്. നിങ്ങളുടെ ശബ്ദം നബിയുടെ ശബ്ദത്തിന് മേൽ ഉച്ചത്തിൽ ആകരുത്. ഈ ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം, നബി സ്വയം തന്നെ അവരോധിക്കുന്നത് മറ്റെല്ലാ ആളുകളുടെയും പുറത്താണ്. എന്നെ കാണാൻ വരുന്നവൻ എന്നെ മുഹമ്മദ് എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് കൊച്ചാക്കരുത്. പേരു വിളിച്ചാൽ കൊച്ചായി പോകും. അവൻ എന്നോട് ഉച്ചത്തിൽ പ്രഭു, അങ്ങ് ഹിസ് ഹൈനസ് മെജസ്റ്റി എന്ന് താഴ്മയോടുകൂടി പറയണമെങ്കിൽ ഒരു പ്രഭുത്വം നബിയുടെ മനസ്സിലുണ്ട് എന്ന് നമ്മൾ സങ്കല്പിച്ചാൽ, നമ്മൾ തീരുമാനിച്ചാൽ, ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റു പറയാൻ സാധിക്കും. അൽ ഫുർഖാൻ പറയുന്ന മറ്റൊരു തമാശ, റസൂലിനെ പിൻപറ്റിയാലേ മുസ്ലിമാവും. ഇസ്ലാമിലെ കേന്ദ്ര കഥാപാത്രം അള്ളാഹു എന്നാണ് വയ്പ്. അത് വെറും വെപ്പാണ്, തള്ളാണ്, മുഹമ്മദാണ്. അതുകൊണ്ടാണ് ഫുർഖാൻ പറയുന്നത് മുഹമ്മദിനെ വിശ്വസിച്ചാലേ മുസ്ലിമാവും. ഇപ്പം അള്ളാഹു എന്നൊരു ദൈവം, അത് നബിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ദൈവം തന്നെയാണ്. അന്നത്തെ ദേവതകളിൽ മുൻപൻ. അതിനെ വിശ്വസിച്ച് അതാണ് ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനെ 5 നേരത്തിന് പകരം 10 നേരം നിസ്കരിച്ചാലും നീ മുഹമ്മദിനെ വിശ്വസിച്ചില്ലെങ്കിൽ നീ മുഹമ്മദിയനാവില്ല, അള്ളാഹു തൃപ്തിപ്പെടില്ല. ഈ പറയുന്നതിനകത്തുള്ള കഥയില്ലായ്മ നിങ്ങൾ മനസ്സിലാക്കി നോക്കൂ. ദൈവമാണോ ദൈവത്തിൻ്റെ നബിയാണോ? രണ്ടും ചേരുമ്പോൾ മാത്രമേ അതിന് ഗുണം കിട്ടുകയുള്ളൂ. തൃത്വം പോലെ പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ്, മാവ്. ഇത് നബി ആണ് അള്ളാഹു എന്നതിൻ്റെ ശക്തി
വ്യക്തമായ തെളിവാണ്. നബിയുടെ അടവാണ് അള്ളാഹു, നബിയുടെ കണ്ടുപിടുത്തമാണ് അള്ളാഹു, നബിയാണ് അള്ളാഹു. നബിയെ വിശ്വസിച്ചാലേ മുസ്ലിമാകും. മുസ്ലിങ്ങൾ ഇതിന് ഭേദഗതി വരുത്തണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെ ചില വിഭാഗക്കാരുണ്ട്, പ്രത്യേകിച്ച് അഹമ്മദിയക്കാരൊക്കെ അത്തരത്തിൽ നബി മാത്രമല്ല പിന്നീടും വേണമെങ്കിൽ നബി വരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ആട് കിടന്ന സ്ഥലത്ത് പൂട കിടപ്പുണ്ട്. അപ്പം 3-ാമത്തെ അധ്യായത്തിൽ അത് ഞാൻ ചുരുക്കി പറയുകയാണ്. ഒരുപാട് അങ്ങേര് നീട്ടി 1-2 മണിക്കൂറത്തെ കാര്യമാണ് ഞാനിവിടെ 10-25 മിനിറ്റ് പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്നത്. കഥകൾ പറയുന്നുണ്ട്, ഹദീസുകൾ. ഇതൊക്കെ സാമാന്യ യുക്തിക്ക് ഒരിക്കലും നിരക്കാത്തവയാണ്. നമുക്ക് ചോദ്യം ചെയ്യാൻ വളരെ രസാവഹമായ സംഭവങ്ങളാണ്. പ്രഥമ ദൃഷ്ട്യാ കേൾക്കുമ്പോൾ തന്നെ, പ്രഥമ കേൾവിയിൽ തന്നെ തള്ളാണ് എന്ന് വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്. നബിക്കും അബൂബക്കറിനും കലശലായ വിശപ്പ്. ഒരു വീട്ടിൽ പോയി തെണ്ടാൻ പോയി. എന്തെങ്കിലും ഉണ്ടോ? വീട്ടിലെ കുടുംബിനി ഒന്നുമില്ല, വരൾച്ചയാണ്. നബി നോക്കുമ്പോൾ ദൂരത്ത് വീട്ടിനകത്ത് തന്നെ ഒരു തേഞ്ഞൊട്ടി മെലിഞ്ഞ ഒരു ആടിനെ കണ്ടു. വീട്ടുകാരിയോട് ഒരു പാത്രം ചോദിച്ചു. വീട്ടുകാരി കൊണ്ടുകൊടുത്ത പാത്രത്തിൽ നബി ആ ആടിനെ കടന്ന് ആവുവോളം അബൂബക്കറും അദ്ദേഹവും കുടിച്ചു. എന്നിട്ട് ആ പാത്രത്തിൽ പാൽ നിറച്ച് വീട്ടമ്മയ്ക്കും കൊടുത്തു എന്നാണ് കഥ. ഇത് നമ്മുടെ യേശുമാമൻ 5 അപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ കഥയിലെ ഒരു തനി പകർപ്പെന്നല്ലാതെ ഇവിടെ നമുക്ക് ചോദിക്കാവുന്ന ഒരു കാര്യം, വിശപ്പ് എന്നുള്ളത് ഊർജാവശ്യത്തിന് വേണ്ടി നമുക്ക് തോന്നുന്ന ഒരു പ്രക്രിയ. ഇപ്പം പാൽ കറവ പറ്റിയ ഒരു ആട്ടിൻകുട്ടിയിൽ നിന്ന് കറവ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള മുജിസാത്ത്, അതിശയം, മാജിക് നബിക്ക് കാണിക്കാൻ പാകത്തിൽ അള്ളാഹു സഹായിച്ചെങ്കിൽ അതേ സഹായം കൊണ്ട് നബിക്ക് വിശപ്പ് വരാതിരുന്നാൽ പോരെ. മറ്റൊരു കഥ കൂടി ഞാൻ ചേർത്ത് വായിക്കാം. ഒരു ഉസ്താദ് ഈ ഇടയ്ക്ക് സ്വർഗത്തിനെക്കുറിച്ചുള്ള സ്വർഗവിവരണം, സ്വർഗത്തിൻ്റെ ആകാശത്തുകൂടി ഒരു പറവ പറക്കുമ്പോൾ ആ പറവയെ നോക്കിയിട്ട് നിങ്ങൾ അൽഫാം ആവട്ടെ എന്ന് തീരുമാനിച്ചാൽ ഉടനെ അൽഫാം ആവും. അവിടെ മാങ്ങയുണ്ട്, ഒരു മാങ്ങ പറിക്കുമ്പോൾ ഉടനെ വേറൊരു മാങ്ങ അവിടെ രൂപം കൊള്ളും. അവിടുത്തെ വാഴക്കുലയിൽ ഇലയും കുലയും താഴെയാണ്. ഒരു കുലയിൽ 10,000 കാ. ഒരു പഴമെടുത്ത് ഒലിച്ചാൽ അതിൽ തേൻ കിനിയും എന്നാണ് ഉസ്താദ് തള്ളുന്നത്. ഇതൊക്കെ സ്വർഗത്തിൽ അള്ളാഹുവിന് ഒതുക്കാമെങ്കിൽ ഈ മമ്മദിനും ഔക്കരനും തെണ്ടിപ്പോയി പാൽ കുടിക്കേണ്ട ഒരു ഗതികേട് അള്ളാഹു എന്തിനു വരുത്തി എന്ന് നമ്മൾ ചോദിച്ചാൽ ഈ കഥകളുടെ അടിസ്ഥാനത്തിൽ നമ്മെ കുറ്റം പറയാനേ പാടില്ല. തേൻ ചുരത്തിയില്ലെങ്കിലും പാലുള്ള മധുരമുള്ള ഒരു പഴവും അൽഫാമും എന്ന് വേണ്ട. ഈ മുഹിയുദ്ദീൻ ഷാഹ് ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കും വീട്ടുകാർ എന്ത് ചെയ്തു, അടുത്ത വീട്ടിലെ കോഴിയെ പിടിച്ച് കണ്ടിച്ച് കറി വെച്ചു. അടുത്ത വീട്ടുകാരൻ വന്ന് കോഴിക്ക് വേണ്ടി ബഹളമുണ്ടാക്കിയപ്പോൾ മുരിഞ്ഞ കോഴിയെ നോക്കി കൂകൂ കോഴിയെന്ന് അബ്ദുൽ ഖാദർ ജീലാനി മുഹിയുദ്ദീൻ ഷേഖ് പറഞ്ഞപ്പോൾ അത് കൂകി ചാടി ഓടി എന്നാണ് കഥ. ഇതൊക്കെ കഥകളാണ്. കേൾക്കാനും പറയാനും രസിക്കാനും അങ്ങ് പരസ്പരം
പറഞ്ഞു ചിരിക്കാനും പറ്റിയ കഥകൾ എന്നല്ലാതെ പാല് ചുരത്താത്ത ആട് പാല് ചുരത്തില്ല. അത് സാമാന്യ ബുദ്ധിയാണ്. കഥയിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല. മതം കള്ളക്കഥയാണ്. ഉമ്മു സൽമ വിവരിക്കുന്ന ഒരു ഹദീസ്, വേനൽക്കാലത്ത് നബി കിടന്നുറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് വിയർത്തൊലിക്കും. ഇവരൊരു പാത്രം വന്ന് ഈ വിയർപ്പൊക്കെ ശേഖരിക്കും. കാരണം ഇദ്ദേഹത്തിൻ്റെ വിയർപ്പിന് ഭയങ്കര സുഗന്ധമാണ്. അന്ന് മക്കയിൽ അല്ലെങ്കിൽ മദീനയിൽ ഉള്ള ഏത് സുഗന്ധദ്രവ്യത്തെക്കാളും മികവുറ്റ സുഗന്ധദ്രവ്യമായിരുന്നു പെർഫ്യൂം. ജന്നത്തുൽ ഫിർദൗസ്, ജാസ്മിൻ, ചോക്ലേറ്റ്, ബ്ലാക്ക് മാജിക്, കറണ്ട് ലേഡി, അങ്ങനെ ഒരുപാട് സെൻറ്റുകളുടെ പെർഫ്യൂമുകളുടെ സമന്വയമാണ് നബിയുടെ വിയർപ്പ്. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവൻ്റെ ബുദ്ധിയെ കൊഞ്ഞണം കുത്തലാണ്. എന്താണ് വിയർപ്പ്? ശരീരത്തിൻ്റെ മാലിന്യങ്ങളെ പുറന്തള്ളൽ. മാലിന്യങ്ങൾക്ക് ഒരിക്കലും സുഗന്ധം ഉണ്ടാവില്ല, അതിന് ദുർഗന്ധം തന്നെ ആയിരിക്കും. നബിയുടെ സൗന്ദര്യമോ, ഏറ്റവും സൗന്ദര്യമുള്ള ആൾ യൂസഫ് നബിയാണ്. കൈകണ്ടിച്ച കഥ, പാട്ട് വരെയുണ്ട്. മാപ്പിളപ്പാട്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. ഒരുപാട് പ്രാവശ്യം ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണത്. യൂസഫ് നബിയുടെ സൗന്ദര്യം 50%. ബാക്കി 50% സൗന്ദര്യം മുഹമ്മദ് നബിക്കാണ്. ഈ ശതമാനം കണക്കൊക്കെ സൗന്ദര്യത്തിലൊക്കെ പറയുക മഹത്വവൽക്കരിച്ചു കള്ളക്കഥ കെട്ടിച്ചമച്ചു ഇടിച്ചു കയറ്റുന്ന ആ ഒരു പ്രക്രിയ എന്നല്ലാതെ, ഈ കഥ പറയുന്ന ഫുർഖാൻ പിന്നീടൊരു സംഭവം പറയുമ്പോൾ ഈ കഥയെ തനിയെ പൊളിക്കുന്നുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ മറ്റു ഒരു കൂട്ടം ആളുകൾ വന്ന് ചോദിക്കുന്നു, ഇതിൽ ആരാണ് മുഹമ്മദ്? അപ്പം സാധാരണക്കാരെന്ന് പറയാൻ വേണ്ടി പറഞ്ഞ വർത്തമാനമാണ്. നേരത്തെ പറഞ്ഞ കഥ ഏറ്റവും സുന്ദരനാണ്. മറ്റൊരു കഥ കൂടെ പറയുന്നുണ്ട്. ഇരുട്ടിൽ ഒരു സൂചി താഴെ വീണുപോയി. നബിയുടെ മുഖത്തിൻ്റെ പ്രകാശത്താൽ ആ സൂചി ഇരുട്ടിൽ തപ്പിയെടുത്തു. 14-ാം രാവുദിച്ചതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ മുഖ ഒളി. ഇതൊക്കെയാണ് കഥ. എന്നിട്ടാണ് ഒരു വിഭാഗം ആളുകൾ വന്നപ്പോൾ കൂട്ടത്തിൽ ആരാണ് നിങ്ങൾ നബി എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടെങ്കിൽ, ഈ പറഞ്ഞു വരുമ്പോൾ രാമൻ സീതയുടെ കൊച്ചാപ്പ ആയി പോകുന്ന ഒരു ഗതികേട്. ഇനി നബിയുടെ മുതുകിലൊരു മുദ്രയുണ്ട്. എങ്ങനെ? അത് പ്രാവിൻ്റെ മുട്ട പോലത്തെ ഒരു മുദ്ര, തുർമുതി രേഖപ്പെടുത്തിയ ഒരു കഥയാണ്. ചിലപ്പം മുദ്രയൊക്കെ കാണും, മറുകും മറ്റും പലർക്കും അങ്ങനെയൊക്കെ ഉണ്ടാകാം. അതൊക്കെ നബിയുടെ അടയാളമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരറിയാൻ? ആരു കണ്ടു? ആരു കേട്ടു? ആരെഴുതി? എന്താണ് സത്യം? അല്ലാഹു അഅലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അറിയാം എന്ന്. അപ്പം ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് മുഹമ്മദ്. ആരാ പറയുന്നത്? ഖുർആൻ പറഞ്ഞത് ആരാണ്? അല്ലാഹു ആരാണ്? മുഹമ്മദ് പറയുന്നു മുഹമ്മദ് സൽസ്വഭാവിയാണെന്ന്. ഇതിൽ പരം ഒരു സർട്ടിഫിക്കറ്റ് മുഹമ്മദിന് കിട്ടാനുണ്ട്. ഒരിക്കൽ ഉമർ നബിയെ തേടി വന്നു. നബി പായയിൽ കിടന്നുറങ്ങുകയായിരുന്നു. നബി രാജാവൊക്കെ ആയ കാലഘട്ടത്തിലാണ്. മുതുകിൽ പായയുടെ പാട്. ഇത് കണ്ട് ഉമർ പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ്. എന്താ നബി നിങ്ങൾ അല്പം കൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതം നയിക്കാത്തത്? ഇത് കള്ളക്കഥയാണ്. ഇതിനേക്കാളും ഭംഗിയായി ഈ കഥ പറയാമായിരുന്നു. കാരണം സന്തത സഹചാരിയായ ഒരാൾക്ക് മുതുകിലെ
പായയുടെ പാട് കണ്ട് പൊട്ടിക്കരഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ അയാൾ എന്താ 5 വർഷത്തിന് ശേഷം നബിയെ കാണാൻ വന്നതാണ്. കൂടെ സഹവസിക്കുന്ന സ്നേഹിതനാണ്, മരുമകനാണോ? അതെ, അല്ലല്ല, മാമൻ, മകളെ ഹഫ്സയുടെ വാപ്പ. അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് അൽ ഫുർഖാൻ 3-ാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നത് എന്തു ചോദിച്ചാലും നബി നൽകും. ഒരു ഉടുപ്പ് ഒരാൾ സമ്മാനിച്ചു. നബിയുടെ ഉടുപ്പൊക്കെ മുഷിഞ്ഞതും മോശവുമായതുകൊണ്ട് ഒരാൾ ഹദിയ നൽകിയതാണ്. ഒരുത്തൻ വന്ന് ഈ ഉടുപ്പ് ചോദിച്ചു നബിയോട്. നബി അപ്പോൾ തന്നെ ഊരി കൊടുത്തു. എന്നിട്ട് പഴയ ഉടുപ്പെടുത്തിട്ട് സഹാബാക്കളൊക്കെ കുറ്റം പറഞ്ഞു. എന്താടാ അതീ കാണിച്ചത്? നബിയുടെ ഉടുപ്പ് ഊരി വാങ്ങിയോ? അവന് ഒരു അടവ് പ്രയോഗിച്ചു. ഇത് ഞാൻ ഇടാനല്ല, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എന്നെ പുതപ്പിക്കാൻ. എങ്ങനെയുണ്ട് കഥ? ഈ കഥയുമായി ഞാൻ മുമ്പ് കേട്ട ഒരു കഥയെ ചേർത്ത് പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. അലിയും ഫാത്തിമയും ദരിദ്ര ജീവിതമാണ് നയിച്ചതെന്നാണ് കഥ. ഒരു ഘട്ടത്തിൽ അപ്പോൾ വീട്ടുപണിക്കായിട്ട് നബിയെടുത്ത് അടിമകളുണ്ടായിരുന്നു. ഈ അടിമ എന്ന് പറയുമ്പോൾ മുഹമ്മദ് അലി പറയുന്നത് അടിമത്വം മനുഷ്യർക്കിടയിൽ സഹജമായ ഒന്നായിരുന്നു എന്നാണ് നബിയുടെ ധാരണ. എങ്ങനെ? അടിമകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്, മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് അടിമയെ വിവാഹം കഴിക്കാതെ മോഹിക്കാമെന്നുള്ള വർത്തമാനമൊക്കെ തിരുവായി മൊഴിയായി വന്നത്. അപ്പം ഫാത്തിമ വന്ന് വാപ്പയോട് പരിതാപം പറഞ്ഞു. പാപ്പാ, പ്രവാചക, മുത്തേ, മണിമുത്തേ, 1-2 അടിമയെ വേണം വീട്ടു ജോലിക്ക്. നബി കൊടുത്തില്ല. നബി പറഞ്ഞു, നീ ചെന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഈ കഠിനാധ്വാനത്തിന് കൂലി കിട്ടും, അതുകൊണ്ട് അധ്വാനിക്കുക. അതായത് തൻ്റെ അടിമകളെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്ത ഒരാളെയാണ് ആ കഥയിലൂടെ നമ്മൾ കാണുന്നതെങ്കിൽ അൽ ഫുർഖാൻ പറയുന്നത് ഉടുപ്പൂരി കൊടുത്ത കർണനാണ്. കർണൻ കഥ, കള്ളക്കഥ. ഇതൊക്കെ കള്ളക്കഥകളാണ്. കേൾക്കാൻ രസമുള്ളത് കൊണ്ടും പറഞ്ഞു ചിരിക്കാൻ പാങ്കുള്ളത് കൊണ്ടും നമുക്ക് നബിയുടെ യഥാർത്ഥ ചരിത്രം തുടങ്ങുന്ന 4-ാമത്തെ അധ്യായത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.